ഓം ശ്രീ സായിരാം. ഇന്ന് ശ്രീ സത്യസായി സേവാ സംഘടന നവംബർ 19 ശക്തി സ്വരൂപിണി ഡേ ആയിട്ടാണ് ആഘോഷിക്കുന്നത്. മാർച്ച് 8 ലോക വനിതാ ഡേ ആണ്. പക്ഷേ ഇവിടെ നവംബർ 19 ഇങ്ങനെ ശക്തി സ്വരൂപിണി ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. എന്താണ് ശക്തി എന്നുള്ളതിനെക്കുറിച്ച്, എന്താണ് ശക്തി സ്വരൂപിണിയുടെ മഹത്വത്തെക്കുറിച്ചിട്ട് എത്രയോ പ്രഭാഷണങ്ങൾ സ്വാമി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്ത്രീ എന്ന് കേൾക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? മനുഷ്യത്തി എന്ന മലയാള വാക്കിൻ്റെ സംസ്കൃത വാക്കാണ് സ്ത്രീ. സത്വം തമസ് രജസ് ആരിലുണ്ടോ അവരൊക്കെ സ്ത്രീയാണ്. അപ്പോൾ ഈ സത്വഗുണം തമോ ഗുണം രജഗുണം ആർക്കൊക്കെ ഉണ്ടോ അവരൊക്കെ സ്ത്രീ. സത്യത്തിൽ ഒരു പുരുഷനേ ഉള്ളൂ, അതാണ് പരമപുരുഷൻ, അതാണ് ഈശ്വരൻ. ബാക്കിയൊക്കെ സ്ത്രീകളാണ്. ഇങ്ങനെയുള്ള ആ ശക്തി സ്വരൂപിണികളെക്കുറിച്ചിട്ട്, ആ മഹതികളെക്കുറിച്ചിട്ട് സ്വാമി എത്രയോ പ്രഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെന്ന് അവരെക്കുറിച്ചിട്ട്. ഇപ്പോൾ നമ്മൾ തന്നെ ചിന്തിച്ചാൽ പുരാണങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ അറിയും, ഭാരതത്തിൽ എത്ര ബ്രഹ്മചാരിണികൾ, ബ്രഹ്മയോഗിനികൾ, ബ്രഹ്മവാദിനികൾ, പതിവ്രതാരത്നങ്ങൾ, വേദവതികൾ, വീരാംഗനകൾ, ഇവരൊക്കെ കാണാൻ പറ്റും നമുക്ക്. ഇപ്പോഴും ഉണ്ട് അത്. അപ്പം അങ്ങനെ പല പ്രഭാഷണങ്ങളിലും സ്വാമി പറഞ്ഞ ഓരോരുത്തരെ കുറിച്ചിട്ടും സൂചിപ്പിക്കുന്നുണ്ടെന്ന് മാത്രം. അപ്പം മരിച്ചു പോയിട്ടുള്ള ഭർത്താവിനെ പുനർജീവിപ്പിച്ച ആ സാവിത്രിയെപ്പോലെ എന്ന് പറയും. സത്യത്തിൻ്റെ ശക്തിയാൽ കാട്ടുതീയണയിച്ച ചന്ദ്രമതിയെപ്പോലെ കത്തിക്കാളുന്ന അഗ്നിയിൽ നിന്ന് സുരക്ഷിതയായിട്ട് പുറത്തു വന്നിട്ട് പാതിവ്രത്യം തെളിയിച്ചില്ലേ സീതയെപ്പോലെ. ദുഷ്ടനായ കാട്ടാളനെ പാതിവ്രത്യ ശക്തിയാൽ ചുട്ടരിച്ച് ദമയന്തിയെപ്പോലെ. അങ്ങനെ ധാരാളം ശ്രേഷ്ഠ വനിതകളെക്കുറിച്ചിട്ട് സ്വാമി പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ ജന്മം നൽകിയത് ഭാരതത്തിലാണത്രേ. ഈ ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള സ്ത്രീകളെ ആരാധിക്കുന്നത്, സ്ത്രീയെ ഈശ്വരനായി കാണുന്നതെന്നാണ്. വേറൊരു രാജ്യത്തൊന്നും ഇല്ല അതങ്ങനെ. ഉഗ്രമായിട്ടുള്ള ഈ കാട്ടുതീ കണ്ടിട്ട് ചന്ദ്രമതി ആദ്യം ഭയപ്പെട്ടു. പക്ഷേ ഭർത്താവിനെയും പുത്രനെയും അഗ്നിനാളങ്ങൾ നാനാവശങ്ങളിൽ കൂടിയിട്ട് വലയം ചെയ്തു. എങ്ങനെയാണ് പെട്ടെന്ന് ആളിക്കത്താൻ തുടങ്ങിയതെന്ന് ആർക്കും മനസ്സിലായില്ല എന്ന് സ്വാമി പറഞ്ഞു. യഥാർത്ഥത്തിൽ അത് ഒരു ഈശ്വരൻ്റെ ലീല തന്നെ ആയിരുന്നത്രേ. അവസാനം ചന്ദ്രമതി തൻ്റെ പാതിവ്രത്യത്തിൻ്റെയും സത്യത്തിൻ്റെയും ശക്തി അങ്ങോട്ട് പ്രയോഗിച്ചിട്ട് നിമിഷത്തിനുള്ളിൽ അഗ്നി കെട്ടടങ്ങി. ചന്ദ്രമതി പ്രാർത്ഥിച്ചതാണത്രേ. പൊടുന്നനെ അവിടെ മഴ പെയ്തു. അങ്ങനെ പ്രാർത്ഥിച്ചു. പൊടുന്നനെ മഴ പെയ്തു. താഴെ ആളിക്കത്തുന്ന തീ. മുകളിൽ നിന്ന് ഈ കുടത്തിൽ നിന്ന് എങ്ങനെയാണോ നമ്മൾ വൻ മഴ വീഴുന്നത് പോലെ അതോടെ അഗ്നി പൂർണ്ണമായിട്ട് അണഞ്ഞു എന്ന് പറയാണ്. സാവിത്രിയും മഹത്തായ പാതിവ്രത്യ ശക്തിയും തപശക്തിയുമുള്ള മഹതിയായിരുന്നു. തൻ്റെ ഭർത്താവിൻ്റെ ജീവൻ എടുക്കുന്നതിൽ നിന്ന് യമധർമ്മനെ പോലും തടയാൻ സാവിത്രിക്ക് കഴിഞ്ഞു. ഇത് നമ്മൾ ദേവീഭാഗവത്തിലൊക്കെ നോക്കിയാൽ കാണും. അത് അവരുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ. സാവിത്രി യമധർമ്മനോട് വാദിച്ചു. യമനോട് പറഞ്ഞു, ഭാര്യയുടെ ജീവൻ ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ ജീവിതം ഭാര്യയെയും ആശ്രയിച്ചിരിക്കുകയാണത്രേ. അതാണ് അർദ്ധനാരീശ്വര സങ്കല്പം എന്നും ശിവശക്തി എന്നും നമ്മൾ പറയുന്നത്. ഭാര്യയ്ക്ക് ഭർത്താവിനെ കൂടാതെയോ ഭർത്താവിന് ഭാര്യയെ കൂടാതെയോ ജീവിക്കാൻ സാധ്യമല്ല. അതിനാൽ അങ്ങ് എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ എടുക്കുന്നുവെങ്കിൽ എൻ്റെ ജീവൻ കൂടി എടുക്കൂ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ എടുക്കാതിരിക്കൂ. ഞങ്ങൾ ഒന്നാണ്. അപ്പോൾ ഭർത്താവിൻ്റെ ജീവൻ സംരക്ഷിക്കുന്നത് എൻ്റെ മൗലികമായ ധർമ്മമാണ്. അവസാന യമധർമ്മൻ സാവിത്രിയുടെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ സത്യവാൻ്റെ ജീവൻ തിരിച്ചു നൽകേണ്ടി വന്നു. അപ്പോൾ ഭർത്താവിനെ പുനർജീവിപ്പിച്ച സാവിത്രിയെപ്പോലെ ഒരു സ്ത്രീരത്നത്തെ ഈ ലോകത്ത് മറ്റെവിടെങ്കിലും കാണാൻ കഴിയുമോ എന്ന് സ്വാമിയെ ചോദിക്കുകയാണ്. ഈ വിധത്തിലുള്ള ഈശ്വരശക്തി ഓരോ മനുഷ്യജീവിയിലും ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് അന്തർലീനമായിട്ട് നമ്മളിൽ എല്ലാവരും ഒളിഞ്ഞു കിടക്കേണ്ട ഇത്രയും ശക്തിയാണ്. മാനവൻ ഈ ശക്തിയെ ഉള്ളിൽ ഉണർത്തണം. ആ ശക്തി തനിക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടിയും ഉപയോഗിക്കാൻ കഴിയും. അക്കാലങ്ങളിൽ ഭാര്യ ഭർത്താവിനെ സ്വന്തം ജീവനായി കരുതിയിരുന്നു, അതുപോലെ ഭർത്താവ് ഭാര്യയെയും. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്നത്തെ അവസ്ഥ അതല്ല അത്രേ. ഭാരത പുണ്യഭൂമിയിൽ ദമയന്തിയുണ്ടല്ലോ, ദമയന്തിയെപ്പോലെയും സാവിത്രിയെപ്പോലെയും ഉള്ളവരെ
സതീരത്നങ്ങളെ അവരൊക്കെ തീവ്രമായി തപസ്സനുഷ്ഠിച്ചിരുന്നു. അവരെല്ലാവരും വലിയ പതിവ്രതകളായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ അതുപോലുള്ള പതിവ്രതകളെ കാണുന്നില്ല. അപ്പോൾ നമ്മൾ ചോദിക്കും, ഈ പതിവ്രത എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സ്വാമി ഒരിക്കൽ ശ്യാമൽസൂർ PSC ആ തലവൻ്റെ കാര്യം നമുക്കറിയാലോ. എത്രയോ കാലമായിട്ട് അവിടെ സേവനം അനുഷ്ഠിക്കുന്ന ആൾ. അദ്ദേഹത്തെ സ്വാമി സംബോധന ചെയ്തത് പതിവ്രത എന്നാണ്. എന്താ പതിവ്രതയുടെ അർത്ഥം? തൻ്റെ പതിയെ സ്വന്തം ജീവനായി കാണുക, പതിയെ തന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവൾ. അപ്പോൾ പതിയെ സ്വന്തം ജീവനായി കാണുകയും പതിയെ തന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവൾ എന്നുമാണ് അതിൻ്റെ പതിവ്രത എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്രകാരമുള്ളൊരു പതിവ്രത ഭർത്താവിനോട് തർക്കുത്തരം പറയുകയില്ല, സ്വല്പം പോലും സ്നേഹക്കുറവ് ഉണ്ടായിരിക്കുകയില്ല, സ്വാർത്ഥമോഹങ്ങളോ അവർക്ക് ഒട്ടും ഉണ്ടാവില്ല എന്നാണ്. അവർ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ തൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. അവൾ ഭർത്താവിനെയല്ലാതെ മറ്റൊരു പുരുഷനെ നോക്കുകയോ കാണുകയോ ചെയ്യില്ല. അങ്ങനെയുള്ള ഒരു സതീരത്നത്തെ മാത്രമേ പതിവ്രത എന്ന് പറയാൻ സാധ്യമാകൂ. പക്ഷേ സ്വാമി പറഞ്ഞു, ഇന്നത്തെ ആധുനിക സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരെ അനുസരിക്കുന്നില്ല, ഭർത്താക്കന്മാരുടെ വാക്കുകൾ ചെവിക്കൊള്ളുന്നില്ല. ഭാര്യ ഭർത്താവിനെ അനുസരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യ അനുസരിക്കുമ്പോൾ, രണ്ടുപേരും സ്വരച്ചേർച്ചയുള്ള ജീവിതം നയിക്കുമ്പോൾ രാജ്യത്ത് മുഴുവനും സമാധാനവും ശാന്തിയും സമൃദ്ധിയും ഉണ്ടാകുന്നു. അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ കാരണം, കുടുംബത്തിലെ അന്തഛിദ്രം കാരണം രാജ്യം ഒന്നിന് പുറകെ ഒന്നായി കുഴപ്പങ്ങളിൽ ചെന്ന് ചാടുന്നു. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും സമ്പൂർണമായ പരസ്പര ധാരണ വളർത്തണം, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണം. ഭാര്യ ഭർത്താവിൻ്റെ ആജ്ഞ അനുസരിക്കുമ്പോൾ, ഭാര്യയുടെ മോഹങ്ങളെ ഭർത്താവ് സബലീകരിക്കുമ്പോൾ കുടുംബത്തിലെ ഭാവി ഭദ്രവും സുരക്ഷിതമായിരിക്കും. ഇതിനെതിരായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചാലോ കുടുംബത്തിൽ വലിയ ദുരന്തത്തിനും ദുഃഖങ്ങളും സംഭവിക്കുമ്പോൾ, അപ്പോൾ അവരുടെ വീട്ടിൽ ദുരന്തങ്ങളും ദുഃഖങ്ങളും സംഭവിക്കാൻ ഇങ്ങനെ ഇതിനെതിരായി പ്രവർത്തിച്ചുകൊണ്ടാണത്രേ. സ്വാമി തന്നെ പറയും 2 ലക്ഷ്മിമാരെ കുറിച്ചിട്ട്. ഒന്ന് ഗൃഹലക്ഷ്മി, 2 ഓഫീസ് ലക്ഷ്മി എന്ന് പറയും, തമാശയ്ക്ക് പറയുകയാണ്. അപ്പോൾ 2 ലക്ഷ്മിമാരാണ് ഗൃഹലക്ഷ്മിയും ഓഫീസ് ലക്ഷ്മിമാരും. അപ്പം ഗൃഹത്തിലെ ആവുന്ന ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് അമ്മ എന്നൊക്കെ സ്വാമി പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി ഈ വിവേകാനന്ദ സ്വാമി എന്തൊക്കെ പറഞ്ഞു എന്ന് ഒന്ന് നോക്കണം. വിവേകാനന്ദ സ്വാമി ഒരിക്കൽ അമേരിക്കയിൽ പോയി അവിടെ എല്ലാവരും ചിലവർ വളഞ്ഞു. അപ്പോൾ എന്തിനാണ് നിങ്ങൾ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുന്നുണ്ടെന്നാണ്. അപ്പം അദ്ദേഹം വിവേകാനന്ദ സ്വാമി മറുപടി പറഞ്ഞത്, ഞാൻ ഭാരത സ്ത്രീകളുടെ മഹത്വത്തെക്കുറിച്ച് സംസാരിക്കാൻ, ഭാരത സ്ത്രീകളുടെ പാതിവൃത്യത്തെക്കുറിച്ച് സംസാരിക്കാൻ എന്ന് പറയുകയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു, 500 പുരുഷന്മാർ 5 കൊല്ലം കൊണ്ട് തീർക്കുന്ന പണി അത്രയും സ്ത്രീകൾ കുറച്ച് ആഴ്ചകൾ കൊണ്ട് തീർക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്ഥിരത, ആത്മവിശ്വാസം ഒക്കെ ഉണ്ടത്രേ. അതുകൊണ്ട് അവൾ പറഞ്ഞു വന്ന്, അല്ലയോ ഭാരതമേ, നിൻ്റെ സ്ത്രീത്വത്തിൻ്റെ ആദർശമുണ്ടല്ലോ, സീതയും സാവിത്രിയും ദമയന്തിയുമാണെന്ന കാര്യം നീ മറക്കരുതേ എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിഷ്യായിട്ടുള്ള സിസ്റ്റർ നിവേദിയുടെ കാര്യം നമുക്കറിയാം. അവർ അയർലൻഡിൽ നിന്ന് കപ്പൽ കയറുകയാണ്. അമ്മയുണ്ട്, സഹോദരിയുണ്ട് അവിടെ. ഇവിടെ കൽക്കട്ടയിൽ വിവേകാനന്ദ സ്വാമി കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മയോടും സഹോദരിയോടും അവർ പറയുന്നുണ്ട്, മൈ ലൈഫ് ഈസ് ഗിവൻ ടു ഇന്ത്യ, ഇൻ ഇറ്റ് ഐ ഷാൽ ലിവ് ആൻഡ് ഡൈ. ഇതാര് പറയും? ഭാരതത്തിലെ സ്ത്രീകൾ എത്ര ആൾക്കാരിങ്ങനെ പറയുമെന്ന് ചിന്തിക്കുക. അങ്ങനെയാണ് അവർ ഭാരതത്തിലെത്തി. ഭാരതത്തിലുള്ള സ്ത്രീകൾക്ക് ഭാരതത്തിലെ സ്ത്രീ ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കാൻ പറയുന്നുണ്ട്. ഒരു വലിയ സദസ്സിൽ വെച്ചിട്ട് ഒരു അതിഗംഭീരമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇത് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. എന്നിട്ട് പ്രഭാഷണം കഴിഞ്ഞപ്പോൾ വിവേകാനന്ദ സ്വാമി തന്നെ പറയുന്നുണ്ട്, their speech was indeed beautiful എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നും ഹിമാലയത്തിൽ ഇവർക്കൊരു സ്മാരകം പണിതിട്ടുണ്ട് എന്നാണ്, സിസ്റ്റർ നിവേദിതയ്ക്ക് എന്നാണ്. ആ സിസ്റ്റർ നിവേദിത തന്നെ പറഞ്ഞു, എന്തു പറഞ്ഞു? ഈ ശാരദാദേവിയെക്കുറിച്ചിട്ട്, ശ്രീ ശാരദാദേവി ഈസ് ദ ഫൈനൽ വേർഡ് ആസ് ടു ദ ഐഡിയൽ ഓഫ് ഇന്ത്യൻ വുമൺഹുഡ്. അർത്ഥം, ഭാരത സ്ത്രീത്വാദർശത്തിൻ്റെ ശ്രീരാമകൃഷ്ണദേവൻ്റെ അവസാനത്തെ വാക്കാണത്ര ശാരദാദേവി എന്ന് പറയുന്നു. അതുകൊണ്ട് വിവേകാനന്ദ സ്വാമി പറയും, മാതൃദേവി എത്ര വലിയ മഹതിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല.
ക്രമേണ മനസ്സിലാവും. ശക്തി കൂടാതെ, ശക്തി സ്വരൂപണീയാണല്ലോ, ശക്തി കൂടാതെ ലോക ഉദ്ധാരണമുണ്ടാവില്ല. നമ്മുടെ നാട് ഏറ്റവും അധമവും ദുർബലവും ആയിരിക്കുന്നത് എന്തുകൊണ്ട്? ശക്തിയെ അപമാനിച്ചതുകൊണ്ട്. ഭാരതത്തിൽ ആ മഹാശക്തിയെ ഉണർത്തുവാനാണ് മാതൃദേവി ആവിർഭവിച്ചിരിക്കുന്നത്. അവരെ തന്നെ അവലംബിച്ചുകൊണ്ട് ഇനി ഗാർഗിയും മൈത്രേയും മുതലായവർ വീണ്ടും ജനിക്കും. ഇപ്പം ഇന്ന് ശക്തി പൂജ അജ്ഞത കൊണ്ട് കാമഭാവത്തിൽ പൂജിക്കുന്നു നമ്മളൊക്കെ. അങ്ങനെ ഇരിക്കെ വിശുദ്ധ ഭാവത്തിൽ, സാത്വിക ഭാവത്തിൽ, മാതൃഭാവത്തിൽ പൂജിക്കുന്നവർക്ക് എത്രമാത്രം മംഗളം സിദ്ധിക്കും എന്ന് ചിന്തിച്ചു നോക്കാൻ പറയുക. ഇപ്പം ഗീതയിൽ തന്നെ 7 ഗുണങ്ങളെക്കുറിച്ചിട്ട് സ്ത്രീകളെക്കുറിച്ച് പറയുന്നുണ്ട്. 7 സ്ത്രീ ഗുണങ്ങളിൽ ഞാൻ പ്രകടമായിരിക്കുന്നു എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ കൃഷ്ണൻ 7 സ്ത്രീ ഗുണങ്ങളിൽ ഞാൻ പ്രകടമായിത്തീരുന്നു. ഇപ്രകാരം 7 സ്ത്രീ ഗുണങ്ങൾ അത് ഏതൊക്കെയാണ്? കീർത്തി, ശ്രീ, വാക്ക്, സ്മരണ, ബുദ്ധി, ധൈര്യം, ക്ഷമ. കീർത്തി, ശ്രീ, വാക്ക്, സ്മരണ, ബുദ്ധി, ധൈര്യം, ക്ഷമ. ഇതൊക്കെ ഞാൻ തന്നെയാണ്. സ്ത്രീകളിലെ ഈ ഗുണങ്ങൾ ഞാൻ തന്നെയാണ്. ഇതൊക്കെ സ്ത്രീലിംഗാണല്ലോ. ഇതൊക്കെ എൻ്റെ വിഭൂതികളാണെന്നാണ് പറയണത്. എന്നും തരുണമായിട്ടുള്ള ആ കീർത്തി എൻ്റെ ദിവ്യ രൂപത്തിൻ്റെ പ്രതിരൂപമാകുന്നു. ഔദാര്യത്തോടു കൂടിയ ആ സമ്പത്ത് ഞാനാണ്. മധുര സംഭാഷണം ഞാനാണ്. സ്മരിക്കാനുള്ള ഓർമ്മശക്തി ഞാനാണ്. ശ്രേയസ് നേടുന്ന ഒരുവൻ്റെ ബുദ്ധി ഞാനാണ്. ഏത് പരിതസ്ഥിതിയെയും പതറാതെ നേരിടാനുള്ള ധൈര്യവും എല്ലാം സഹിക്കാനുള്ള ക്ഷമയും ഞാൻ തന്നെ. ഇതുകൊണ്ടാണ് സ്ത്രീയാഹ സമസ്താഹ സകലാഹ ജഗത്സു, അതായത് സകല ജഗത്തിലും സ്ത്രീ രൂപമായിരിക്കുന്നതും ഭഗവതി തന്നെ എന്ന് പറയാൻ കാരണം. ഇവിടെ ശങ്കരാചാര്യരുടെ കഥയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ ഉഭയഭാരതിയുടെ ആ മഹത്വം നമുക്ക് കേട്ടിട്ടുണ്ട് നമ്മൾ. ഇപ്പോൾ വാദപ്രതിവാദം നടക്കുകയാണ്. ഉഭയഭാരതി 2 പൂമാല ഇട്ട് കൊടുക്കുന്നു. ഭർത്താവിനൊരു മാല, ശങ്കരാചാര്യർക്കൊരു മാല. എന്നിട്ടോ തൻ്റെ എല്ലാ പ്രവൃത്തികളും, വീട്ടിലുള്ള എല്ലാ അടുക്കളയിലെ പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആരുടെ മാലയാണോ വാടുന്നത് അവർ തോറ്റു എന്നുള്ളതാണ്. അങ്ങനെയാണ് ശങ്കരാചാര്യരെ ശിഷ്യയായിട്ട് തീർന്നതും. 2 പേരും തൻ്റെ പതിയുടെ മാല വാടുന്ന കഥയൊക്കെ അറിയാം. അങ്ങനെ മഹാപണ്ഡിതയായിരുന്നു എന്ന് പറയുകയാണ്. ആ മഹാപണ്ഡിതയായിരുന്നിട്ടും ഒരു മാതൃകാ ഗൃഹലക്ഷ്മി എന്ന പോലെ ഭർത്താവിനെയും അതിഥികളെയും ഒക്കെ അവർ ഭക്ഷണമോ എന്ത് വേണ്ടതും ചെയ്തിട്ടും ഗൃഹഭരണം വേണ്ടവെന്ന് നടത്തും ജീവിച്ചു. ഈ കഥ പറയുന്നുണ്ട് കാര്യം. എന്തായാലും സ്വാമി അനന്തപുരി വിമൻസ് കോളേജ് സ്ഥാപിച്ചിട്ട് സ്വാമി പറഞ്ഞ കാര്യം ഇതാണ്: ഞാൻ നല്ല അമ്മമാരെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഈ കോളേജ് ഉദ്ഘാടനം ചെയ്തത്. നല്ല അമ്മമാരെ. ഇനി എവിടെയെങ്കിലും നമ്മൾ ഏത് സ്ഥലത്ത് നോക്കുകയാണെങ്കിലും ഈ ലളിതാ സഹസ്രനാമത്തിൽ നോക്കിക്കോളൂ, ആദ്യവും അവസാനവും പറയുന്നത് എന്താണ്? നല്ല അമ്മയായി മാറൂ. പിന്നെ സ്വാമി ഒരിക്കൽ പറഞ്ഞു, ലോകമഹായുദ്ധങ്ങൾ ഉണ്ടായിട്ടും ഭാരതം നശിക്കാതിരുന്നത്, ലോകമഹായുദ്ധങ്ങൾ ഉണ്ടായിട്ടും ഭാരതം നശിക്കാതിരുന്നത് ഭാരത സ്ത്രീകളുടെ പാതിവൃത്യത്തിൻ്റെ ശക്തി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വിവേകാനന്ദ സ്വാമി പറഞ്ഞല്ലോ, ഇന്ന് ഈ ലോകത്തിന് പറ്റിയത് ശക്തിയെ അപമാനിച്ചത്. ഇന്ന് കാണുന്ന എത്രയോ ടി വികളിലും പേപ്പറിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാണ്, ആ ശക്തിയെ അപമാനിച്ചതാണ് ഈ ലോകത്തിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് വിവേകാനന്ദ സ്വാമിയും എടുത്തെടുത്ത് പറയുന്നുണ്ടെന്നാണ്. അങ്ങനെ എത്ര മഹത്വമാണ് ഈ ഭാരത സ്ത്രീകളുടെ കാര്യം. നമ്മൾ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഈ 10 മിനിറ്റ് കൊണ്ടൊന്നും ഒതുക്കാനുള്ളതൊന്നുമല്ല. ഇനി ഭാഗവതം തന്നെ എടുത്തു നോക്കിക്കോളൂ. അത് 7ാം സ്കന്ധം, അത് സ്ത്രീധർമ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം കന്യകയായിട്ട് ഇരിക്കുന്ന അവസരത്തിൽ അവളുടെ ധർമ്മം എന്താണ്? ഒരു പത്നിയുടെ ബന്ധം ഭർത്താവിനോട് മാത്രമല്ല, ഭർത്താവിൻ്റെ ബന്ധുക്കളോടുമുണ്ട്. സർവരെയും സേവിക്കുക എന്നാണ് അവളുടെ കർത്തവ്യത്ര. ഇപ്പം ലക്ഷ്മി ദേവി വിഷ്ണുവിനെ ഭജിക്കുന്നത് പോലെ സ്വന്തം ഭർത്താവ് വിഷ്ണുവിനെ പോലെ പൂജ്യനാണെന്ന ഭാവത്തിൽ സ്ത്രീ പൂജിക്കണം. അതാണ് പതിദേവോ ഭവ
എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ളവൾ മരണാനന്തരം ലക്ഷ്മി ദേവി വൈകുണ്ഠത്തിൽ വിഷ്ണുവിനോട് ചേർന്നിരിക്കുന്നത് പോലെ സന്തുഷ്ടി പ്രാപിക്കുന്നു. സ്വന്തം ഭർത്താവിനെ നാരായണ ഭഗവാനാണെന്ന് കരുതി പൂജിക്കുന്ന സ്ത്രീ ലക്ഷ്മി ദേവിയെപ്പോലെ ഭഗവാനെ പ്രാപിക്കുന്നു. വൈകുണ്ഠത്തിൽ ലക്ഷ്മി ദേവിയെപ്പോലെ ഭർത്താവോടൊപ്പം വിരാജിക്കുന്നു എന്ന് പറയും. അങ്ങനെ ഭാരത സ്ത്രീകളുടെ മഹിമ എത്ര പറയാം. ചൂടാലയുടെ കാര്യം പറയുന്നുണ്ട്. ചൂടാല ഇന്നിപ്പോൾ ഇന്ദിരാഗാന്ധിയൊന്നുമല്ല ആദ്യമായിട്ട് ഭരിച്ചതേ. ചൂടാല, ശിഖിധ്വജൻ്റെ പത്നി ചൂടാല ഈ ഭാരതം എത്രയോ കാലം ഭരിച്ചിട്ടുണ്ട്. തൻ്റെ ശിഖിധ്വജന് ആത്മജ്ഞാനം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വനിതകൾ രാജ്യം എത്രയോ ഭരിച്ചവർ, അതുകൊണ്ട് വീരാങ്കനകളൊക്കെ എന്ന് പറയുന്നത്. അതുപോലെ എത്ര ശ്രുതാവതി, ഭരദ്വാജ മഹർഷിയുടെ പുത്രി ശ്രുതാവതി ബ്രഹ്മചാരിണിയായിരുന്നു. യോഗസിദ്ധി കൈവരിച്ചിട്ട് കൗമാരം തൊട്ട് വേദ അധ്യയനങ്ങൾ നടത്തിയ തപസ്വിനിയായ സിദ്ധ എന്നു പേരായ ബ്രാഹ്മണി മോക്ഷം പ്രാപിച്ച കഥയുണ്ട്. മനുവിൻ്റെ പുത്രി ഇട അച്ഛനോട് പറഞ്ഞു, അങ്ങയ്ക്ക് മൃഗങ്ങളും ദേശങ്ങളും ബഹുമാനവും സ്വർഗവും ലഭിക്കുമാറ് അങ്ങയുടെ അഗ്നിയെ ഞാൻ സംരക്ഷിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി ശാണ്ഡില്യൻ്റെ പുത്രി ശ്രീമതി ഘോരമായ തപസ്സനുഷ്ഠിച്ച് വ്രതം ധരിച്ച് വേദാധ്യയനങ്ങളിൽ നിരന്തരം വ്യാപൃതയായിരുന്നു. ഇങ്ങനെ എത്ര പേരാണ് ഈ ഭാരതത്തിലുണ്ടായത്. ഇങ്ങനെ ഇവർ ഓരോരുത്തരുടെയും നമ്മൾ എന്തിന് ഈ ശക്തി സ്വരൂപിണിയുടെ ആഘോഷിക്കുന്നു, അല്ലെങ്കിൽ ലോക വനിതാ ഡേ. വനിത എന്ന വേക്ക് തന്നെ വന്ദിക്കപ്പെടേണ്ടവൾ എന്നൊക്കെയാണ് അർത്ഥം. വന്ദിക്കപ്പെടേണ്ടവൾ. ഇവരുടെ ചരിത്രമൊക്കെ പഠിക്കുക. ഏതെങ്കിലും ഒരു അംശം, നല്ലൊരു ക്വാളിറ്റി ഉണ്ടല്ലോ, അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. ഇപ്പോൾ ശ്രീധർമ്മത്തെക്കുറിച്ച് മഹാഭാരതത്തിലുണ്ട്. ഈ പാഞ്ചാലി ഉണ്ടല്ലോ, ദ്രൗപദി, സത്യഭാമയ്ക്ക് ശ്രീധർമ്മം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സത്യഭാമയ്ക്ക് ശ്രീധർമ്മം എന്താണ്, എങ്ങനെയാണ് അങ്ങ് ഈ 5 ഭർത്താക്കന്മാരെ ഇങ്ങനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യത്തിന് ശ്രീധർമ്മം എന്താണെന്ന് ഉത്തരം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ മനുസ്മൃതി ആദ്യത്തെ സ്മൃതിയിലെടുത്താലും അറിയാം. എത്ര നാര്യസ്തു പൂജന്തേ രമന്തേ തത്ര ദേവതാഹ എന്നാണ്. സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നുള്ളത് വാക്ക് പലരും തെറ്റായി ധരിച്ചിട്ട് സ്വാതന്ത്ര്യം സ്ത്രീകൾക്കില്ല എന്നല്ല. അതായത് ചെറുപ്പകാലത്തിൽ അച്ഛൻ സംരക്ഷിക്കും, യുവതിയാവുമ്പോൾ ഭർത്താവ് സംരക്ഷിക്കും, വയസ്സാവുമ്പോൾ പുത്രൻ സംരക്ഷിക്കും. അതുകൊണ്ട് സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നാണ്. നിനക്ക് ഒരു ജോലി ചെയ്ത് ജീവിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ് അതിൽ. അല്ലാതെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നല്ല. അതുപോലെ എത്ര നാര്യസ്ഥ പൂജന്തേ രമന്തേ തത്ര ദേവതാഹ എന്നുകൂടി പറയുന്നുണ്ട് ഇതിൽ തന്നെ. എവിടെയാണോ ഈ സ്ത്രീരത്നങ്ങളെ പൂജിക്കുന്നത് അവിടെ സകല ദേവതകളുടെയും അനുഗ്രഹം ഉണ്ടാവും, അവരുടെ സന്നിധാനം ഉണ്ടാവും എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ പറയുന്നത്, യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ. സ്വാമി ആരെ കണ്ടാലും സ്ത്രീകളെ കണ്ടാൽ അമ്മ അമ്മ എന്ന് വിളിക്കുന്ന ഭാവം. അപ്പോൾ അവരിലൊക്കെ ഈശ്വരഭാവം നമുക്ക് കാണാൻ സാധിക്കുക. ഈ ഓരോ മഹിളാരത്നങ്ങളെയും രത്നങ്ങൾ അവരുടെയൊക്കെ കഥകൾ പഠിക്കുക. സീതയുടെ കഥ പറഞ്ഞല്ലോ, എത്രയോ രാമന്മാരിഞ്ഞും ഉണ്ടാവാം, ഇനി സീത ഒരിക്കലും ഉണ്ടാവില്ലെന്ന് വിവേകാനന്ദ സ്വാമി പറഞ്ഞല്ലോ. അപ്പോൾ സീതയുടെ, അനസൂയയുടെ, സാവിത്രി, ദമയന്തി ഇവരുടെ കഥകളെടുക്കുക. അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോൾ, ഓരോ അംശം നമുക്ക് പകർത്താൻ സാധിക്കുമ്പോഴാണ് ഈ ശക്തി സ്വരൂപിണിയുടെ സ്വാമി സങ്കല്പിച്ചതായിട്ടുള്ള ആ ശക്തി സ്വരൂപിണിയുടെ അർത്ഥവത്താവുന്നത്. അതിന് ഭഗവാൻ നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഓം ശ്രീ സായിരാം.